വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അങ്ങനെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടിക്ക് BJP-ക്കകത്ത് നിന്ന് തന്നെ ചില എട്ടിന്റെ പണികൾ വരികയാണ്. എട്ടിന്റെ പണി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അത് എട്ടിന്റെ പണി ആയതുകൊണ്ട് തന്നെയാണ്. ഒരു നേതാവിന്റെ ശക്തി എന്ന് പറയുന്നത് ആ നേതാവിന്റെ പാർട്ടിയിലെ പ്രവർത്തകരുടെ പിന്തുണ തന്നെയാണ്. പക്ഷേ അബ്ദുള്ള കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പിന്തുണ അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഇപ്പോൾ അബ്ദുള്ള കുട്ടിക്കെതിരെ ചില പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനുള്ള കാരണം ശോഭാ സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുമ്പ് BJP-യുടെ ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനെ ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണമെന്ന് ശോഭാ സുരേന്ദ്രൻ പക്ഷം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്ന് അക്കാര്യത്തിൽ ഒരു ഒളിയമ്പുമായി ശോഭാ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രനെതിരെ ഒരു ഒളിയമ്പുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത്. 13ാമത്തെ വയസ്സിൽ ബാലഗോകുലത്തിലൂടെ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ചതാണ് താൻ എന്നും ഇതുവരെ പദവികൾക്ക് പുറകെ പോയിട്ടില്ല, പദവികളിലേക്കുള്ള പടികൾ പ്രലോഭിപ്പിച്ചിട്ടുമില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ വ്യക്തമായി പറയുന്നത്. കൂടാതെ K. സുരേന്ദ്രനെ ലക്ഷ്യമാക്കി ഒരു വാക്കുകൂടി ശോഭാ സുരേന്ദ്രൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ജനപിന്തുണയാണ് പ്രാധാന്യമായിട്ടുള്ളത്. എന്നാൽ തന്നെ പൂജിക്കാത്തവരെ ചുട്ടുകൊല്ലുമെന്നും കൊടുങ്കാറ്റായി വന്ന പറത്തിക്കളയുമെന്നും കടലിലെറിഞ്ഞ് കൊല്ലുമെന്നും ഹിരണ്യകശ്യപു ഭയപ്പെടുത്തിയിട്ടും സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്ന പ്രഹ്ലാദനെ നിരന്തരം ആക്രമിച്ച ഹിരണ്യകശ്യപുവിനെയും ഓർക്കുന്നത് നല്ലതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ശോഭാ സുരേന്ദ്രനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കമന്റുകൾ അബ്ദുള്ള കുട്ടിക്കെതിരെയുള്ളതാണ് എന്നതാണ് ശ്രദ്ധേയം. 13ാമത്തെ വയസ്സിൽ ബാലഗോകുലത്തിലൂടെ വന്ന ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരെ ഒഴിവാക്കി ഇന്നലെ വന്ന അബ്ദുള്ള കുട്ടിമാർ ദേശീയ വൈസ് പ്രസിഡന്റ് ആവുന്നത് ഇന്നിന്റെ രാഷ്ട്രീയമാണ് എന്ന കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 13ാം വയസ്സിൽ സാമൂഹ്യ സേവനത്തിനിറങ്ങിയ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി അബ്ദുള്ള കുട്ടിയെ പോലുള്ളവരെ, അതായത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടിയിലേക്ക് വന്ന അബ്ദുള്ള കുട്ടിയെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കിയതിനെതിരെയാണ് പല കമന്റുകളും വരുന്നത്. അതായത് നേരത്തെ തന്നെ അബ്ദുള്ള കുട്ടിയും സംസ്ഥാനത്തെ BJP നേതാക്കളും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് കാരണം അബ്ദുള്ള കുട്ടിക്ക് ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം നൽകിയത് കേരളത്തിലെ ചില BJP നേതാക്കൾക്ക് സഹിച്ചിട്ടില്ല എന്നതുകൊണ്ടാണെന്ന് അന്ന് വന്ന ചില റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സമാനമായൊരു പ്രതിസന്ധി തന്നെയാണ് അബ്ദുള്ള കുട്ടി വീണ്ടും നേരിടുന്നത്. അതായത് ശോഭാ സുരേന്ദ്രനെ പോലെ പാർട്ടിക്ക് വേണ്ടി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരാളെ ഒഴിവാക്കി അബ്ദുള്ള കുട്ടിയെ ദേശീയ തലത്തിലേക്ക് അയക്കുന്നതിൽ BJP-യിലെ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിനും എതിർപ്പുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഇട്ട പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.